Hello friends, അപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മുടെ Paytm ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ Paytm ക്രെഡിറ്റ് കാർഡ്സിനെ നിങ്ങൾ ന്യൂസ് ചിലപ്പോൾ കണ്ടായിരിക്കും. Paytm ക്രെഡിറ്റ് കാർഡ് നിർത്താൻ പോകാന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ ന്യൂസ് വരുന്നുണ്ട്. ആക്ച്വലി കുറച്ചൊക്കെ സത്യമാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചാനലിൽ പോയി നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ് ചെക്കൗട്ട് നോക്കാൻ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ പോകാം. അപ്പോൾ Paytm ആക്ച്വലി നിങ്ങൾക്ക് അറിയാം Paytm കുറേ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് അവർ ഇറക്കിക്കുന്നത് Paytm ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡായിരുന്നു. സിറ്റി ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്ത് ഇറക്കിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡായിരുന്നു. പിന്നെ നമുക്ക് HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, SBIയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇപ്പോൾ ആദ്യം സിറ്റി ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്ത് വരെ ആദ്യം ഇറക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആക്ച്വലി ക്ലോസ് ആവാൻ പോകുന്നത്, അതായത് 3 മാസത്തിനുള്ളിൽ ക്ലോസ് ആവുന്ന പറഞ്ഞാൽ ഓൾറെഡി ഇതിൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ മെയിലും മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. Paytm ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡിന് ക്ലോസ് ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ HDFC ക്രെഡിറ്റ് കാർഡിനും SBI ക്രെഡിറ്റ് കാർഡിനും പ്രോബ്ലം ഇല്ല. കുറച്ച് പേര് നമ്മൾ കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ HDFC ക്രെഡിറ്റ് കാർഡ് Paytmൻ്റെ HDFC ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആവാൻ പോകുന്നുള്ളത് തോന്നാം. ആക്ച്വലി Paytm ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡിന് ക്ലോസ് ആവാൻ പോകുന്നുണ്ട്. അതായത് Paytmൻ്റെ സിറ്റി ബാങ്ക് ആയിട്ട് ഇറക്കിക്കുന്ന ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ്, ആദ്യത്തെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അത് ഈ 3 മാസത്തിനുള്ളിൽ ക്ലോസ് ആവും. അത് പക്ഷേ എൻ്റെ ഒരു സാഡ് ന്യൂസ് എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ കാർഡ് ഉള്ളവർക്ക് വേറൊരു കാർഡിലേക്ക് ഓട്ടോ അപ്ഗ്രേഡ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്നാണ് കുഴപ്പം വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി Paytm ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ Paytm HDFC കാർഡും ഉണ്ട്, Paytm SBI കാർഡും ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്നാമത് അപ്ഗ്രേഡ് കിട്ടുന്നില്ല. അത് പോരാണ്ട് നമ്മൾ അപ്ലൈ ചെയ്താലും അത് റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബാഡ് ന്യൂസാണ്. ഭയങ്കര ഒരു മെയിൻ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ ഇവർ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ അവരെ ക്രെഡിറ്റ് കാർഡ് ക്ലോസ് ആവുന്നത് മാത്രമല്ല വേറെ ക്രെഡിറ്റ് കാർഡ് കിട്ടൂല. അതൊരു മെയിൻ പ്രോബ്ലം തന്നെയാണ്. അത് ആക്ച്വലി ശരിക്കും ഈ പ്രോബ്ലം നമുക്ക് ഇപ്പോൾ ഉള്ള Paytm HDFC ബാങ്കിൻ്റെ കാർഡിനും അതുപോലെ തന്നെ കാർഡിൻ്റെ കസ്റ്റമേഴ്സിനും Paytm SBI കാർഡിൻ്റെ കസ്റ്റമേഴ്സിനും ഭാവിയിൽ ചിലപ്പോൾ വന്നേക്കാം. അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു പോയിന്റ്. എന്താ വെച്ചാൽ ഇവർ സിറ്റി ബാങ്ക് ആയിട്ട് ടൈപ്പ് നിർത്തി ഇപ്പോൾ ഒരു കാർഡ് നിർത്തുകയാണ്. അതാണ് ഇവർ ആക്ച്വലി നോർമൽ സംഭവിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി Paytm ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സിറ്റി ബാങ്കിനെ കോൺടാക്ട് എടുത്തിട്ട് അത് വേണമെങ്കിൽ അവരുടെ ഒരു നോർമൽ ക്രെഡിറ്റ് കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ സിറ്റി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ആക്ച്വലി നമുക്ക് കേരളത്തിലൊന്നും അവൈലബിൾ അല്ല. ഇന്ത്യയിലും ഭയങ്കര ലിമിറ്റഡ് ആണ്. എന്താ വെച്ചാൽ ഫോറിൻ ബാങ്കുകളൊക്കെ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം എക്സ്പ്രസിൻ്റെ കാർഡൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഇപ്പോൾ അലവ് ചെയ്തത്. അത്ര കാലം ബാൻഡായിരുന്നു. അപ്പോൾ സിറ്റി ബാങ്കിൻ്റെയും ബ്രാഞ്ചസും ഭയങ്കര കുറവാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു എറണാകുളത്ത് കേരളത്തിലൊക്കെ ഉണ്ടെന്നുണ്ട് സിറ്റി ബാങ്കിൻ്റെ. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യത്തെ പണ്ടത്തെ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് കുറേ പേർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ Paytmൻ്റെ HDFC കാർഡും SBI കാർഡും കുറേ പേര് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറേ പേർക്ക് പ്രീ അപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ട് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും ചിലപ്പോൾ ഭാവിയിൽ ഒരു പ്രശ്നം വരാം. എന്താ വെച്ചാൽ ഇങ്ങനെ അവർ നിർത്തുകയാണെങ്കിൽ ആ കാർഡ് നിർത്തി പോകാമല്ലോ. അത് ഇവരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് വേറെ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ആ കാർഡ് ഇറക്കി കഴിഞ്ഞാൽ അവർ ഈ കാർഡ് നിർത്തുമല്ലോ. അതൊരു മെയിൻ പ്രോബ്ലം തന്നെയാണ് Paytmൻ്റെ. അപ്പോൾ എന്തായാലും നമ്മൾ ആക്ച്വലി ന്യൂസ് ഷെയർ ചെയ്യാനാണ് വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പോയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും ലിങ്ക് ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം. ബൈ.